എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യ വിഭവങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത നല്ലൊരു ഓണ വിഭവമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരു സദ്യ സ്പെഷ്യൽ അവിയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. അവിയൽ നമുക്ക് പലതരത്തിൽ തയ്യാറാക്കാം. പച്ചക്കറികൾ വെന്തുടഞ്ഞും വെന്തുടയാതെയും തയ്യാറാക്കാം. അവിയലിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തൈരോ മാങ്ങയോ തക്കാളിയോ പുളിയോ ചേർത്ത് പല സ്ഥലങ്ങളിലും പലതരത്തിലാണ് അവിയൽ തയ്യാറാക്കാറുള്ളത്. ഇന്ന് നമുക്ക് ഒരുപാട് വെന്തുടയാതെ നല്ലൊരു സദ്യ സ്പെഷ്യൽ അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അവിയൽ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ചൂടുകട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. പച്ചക്കറികൾ നമ്മൾ വെള്ളം ചേർക്കാതെ വേവിക്കുന്നത് കൊണ്ട് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാത്രത്തിൻ്റെ അടിയിലായിട്ട് വേവ് കൂടുതലുള്ള പച്ചക്കറികൾ ചേർക്കാം. ആദ്യം തന്നെ 400 ഗ്രാം അളവിൽ ചേനയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 400 ഗ്രാം അളവിൽ വെള്ളരിക്കയും ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ 200 ഗ്രാം അളവിൽ പടവലങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം അളവിൽ ക്യാരറ്റും 100 ഗ്രാം പച്ചപ്പയറും 100 ഗ്രാം പച്ചക്കായയും ചേർക്കാം. പച്ചക്കായ പോലുള്ള പെട്ടെന്ന് വെന്തുടയുന്ന പച്ചക്കറികൾ ഇതുപോലെ അവസാനം ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം അളവിൽ ബീൻസും ഒപ്പം തന്നെ 50 ഗ്രാം അളവിൽ വഴുതനങ്ങയും ചേർക്കാം. പച്ചക്കറികളെല്ലാം ഇതുപോലെ ഒരേ നീളത്തിലും ഒരേ കട്ടിയിലും അരിഞ്ഞെടുക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. സദ്യയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരളവിൽ പച്ചക്കറികൾ ചേർക്കുന്നത്. ഈ ഒരളവിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇഷ്ടമുള്ള ഏത് പച്ചക്കറികളും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ നല്ലൊരു കളറിനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി നിർബന്ധമില്ല, നിങ്ങൾക്ക് അവിയൽ നല്ല മഞ്ഞ നിറത്തിലാണ് വേണ്ടതെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വാടിക്കിട്ടും വരെ ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികളൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിലേക്ക് വേണ്ട ബാക്കിയുള്ള ചേരുവകൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ, അതായത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/4 ഭാഗത്തോളം ചിരകിയെടുത്തിട്ട് ഇതുപോലെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കാം. ചെറിയ ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഒപ്പം തന്നെ നല്ല എരിവുള്ള 3 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. എരിവ് കുറവുള്ള സാധാ പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ എരിവ് അനുസരിച്ച് 2-3 എണ്ണം കൂടുതലായി ചേർക്കേണ്ടതായി വരും. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അധികം അരഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പച്ചക്കറികൾ വേവാനായി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം ചേർത്ത വേവ് കൂടുതലുള്ള പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് വാടിക്കിട്ടിട്ടുണ്ടാവും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവിയലിന് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയോ തക്കാളിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. മുരിങ്ങക്കായ പെട്ടെന്ന് വെന്തുടയാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആദ്യം ചേർത്ത പച്ചക്കറികളോടൊപ്പം ചേർക്കാതെ ഈ സമയത്താണ് നമ്മൾ മുരിങ്ങക്കായ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം അളവിൽ മുരിങ്ങക്കായ കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറികളിൽ നിന്ന് തന്നെ ഇതുപോലെ ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഇറങ്ങി കിട്ടിക്കോളും. പച്ചക്കറികളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരുപാട് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് വെന്ത് കിട്ടും വരെ ഒരു 10-12 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികളെല്ലാം ഒരേ പാകത്തിന് വെന്ത് കിട്ടാനും അടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളുടെ പച്ചച്ചുവെല്ലാം മാറി ഒരുപാട് വെന്തുടയാതെ നല്ല സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചക്കറികൾ ഉടഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ നല്ല പുളിയുള്ള തൈര് ചേർക്കാം. തൈര് ചേർത്തിട്ട് പച്ചക്കറികളിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തൈരിന് പകരമായിട്ട് വാളൻ പുളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുളി വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഈ സമയം ഇതിലേക്ക് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. തൈര് പച്ചക്കറികളിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സിയിൽ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് തന്നെ തൈരും തേങ്ങയെല്ലാം പാകത്തിൽ നിന്ന് വെന്ത് പാകമായി കിട്ടിക്കോളും. 5 മിനിറ്റിന് ശേഷം ഈ തേങ്ങ നമുക്ക് അവിയലിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുക്കുമ്പോൾ പച്ചക്കറികൾ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്.
തേങ്ങയുടെ മിക്സ് എല്ലാം അവിയലിൻ്റെ എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്കിതുപോലെ 4 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും ഒപ്പം തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പച്ച തേങ്ങയും പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയുമാണ് ഒരു സദ്യ സ്പെഷ്യൽ അവിയലിന് സ്വാദ് നൽകുന്നത്. അതുകൊണ്ട് തീ ഓഫ് ചെയ്ത ശേഷം മാത്രം ഇവ മൂന്നും ചേർക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി കുഴഞ്ഞ അവിയലാണ് വേണ്ടതെങ്കിൽ കുറച്ച് തേങ്ങ അധികം ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ചധികം സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്